അമേരിക്കൻ ഗവൺമെന്റ് അടച്ചുപൂട്ടൽ നാലാമത്തെ ആഴ്ചയിലേക്ക് നീങ്ങുമ്പോൾ രാജ്യത്തെ സാമ്പത്തികമായി ദുർബലരായ ദശലക്ഷക്കണക്കിന് പൗരന്മാരുടെ അതിജീവനത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് നിർണായകമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. 40 ദശലക്ഷത്തിലധികം അമേരിക്കക്കാർ ആശ്രയിക്കുന്ന ഫെഡറൽ ഭക്ഷ്യസഹായ പദ്ധതിയായ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാമിന്റെ ആനുകൂല്യങ്ങൾ നവംബർ മാസം മുതൽ വിതരണം ചെയ്യില്ലെന്ന് അമേരിക്കൻ കൃഷി വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ഏകദേശം 8 പൗരന്മാരിൽ ഒരാൾ ഉപയോഗിക്കുന്ന ഈ സുപ്രധാന പദ്ധതിക്ക് ഫണ്ട് നിലച്ചതോടെ ദശലക്ഷക്കണക്കിന് താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളുടെ പ്രതിമാസ പലചരക്ക് ബജറ്റ് പൂർണ്ണമായും താളം തെറ്റുകയാണ്. ഈ തീരുമാനം അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ ജനതയെ പട്ടിണിയുടെ വക്കിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഭക്ഷ്യ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ട്രംപ് ഭരണകൂടമാണെന്ന് ഡെമോക്രാറ്റുകൾ ശക്തമായി തിരിച്ചടിക്കുന്നു. പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനായി ഉപയോഗിക്കാമായിരുന്ന നിർണായകമായ കണ്ടിജൻസി ഫണ്ട് ഉപയോഗിക്കാൻ ട്രംപ് ഭരണകൂടം വിസമ്മതിച്ചതാണ് നിലവിലെ പ്രശ്നം ഇത്രയും രൂക്ഷമാക്കിയതെന്നാണ് ഡെമോക്രാറ്റുകളുടെ പ്രധാന ആരോപണം. നിലവിലെ പ്രതിസന്ധി കേവലം സാമ്പത്തിക പ്രതിസന്ധി എന്നതിലുപരി അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഭരണകൂടവും പ്രതിപക്ഷവും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലായി മാറിയിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾക്കായി പണം ആവശ്യമാണെന്ന് പറഞ്ഞാണ് സർക്കാർ ഈ കണ്ടിജൻസി ഫണ്ട് SNAP പദ്ധതിക്കായി ഉപയോഗിക്കാൻ വിസമ്മതിച്ചത്. എന്നാൽ SNAP പദ്ധതിയുടെ തകർച്ച തടയാൻ ഫണ്ട് ഉപയോഗിക്കാത്ത ട്രംപ് ഭരണകൂടത്തെ ഡെമോക്രാറ്റുകൾ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. ഇതൊരു പക്ഷേ ട്രംപ് ഭരണകൂടം ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്രൂരവും നിയമവിരുദ്ധവുമായ കുറ്റകൃത്യമായിരിക്കാമെന്ന് കോൺഗ്രസ് വനിതകളായ റോസ ഡെലോറയും ആന്റി ക്രെയ്ഗും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തെ പൗരന്മാർ പട്ടിണിയുടെ വക്കിലായിരിക്കെ അത് പരിഹരിക്കാൻ ഫണ്ട് ഉപയോഗിക്കാതെ പകരം അർജന്റീനയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയതിനും പുതിയ വൈറ്റ് ഹൗസ് ബോൾ റൂം നിർമ്മിക്കാൻ പണം ചെലവഴിച്ചതിനും അവർ ട്രംപിനെ രൂക്ഷമായി വിമർശിച്ചു. മാനുഷികമായ ഒരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ ഭരണകൂടം തികഞ്ഞ നിസ്സംഗത പാലിക്കുന്നുവെന്നാണ് ഡെമോക്രാറ്റുകൾ ആരംഭിക്കുന്നത്. SNAPയുടെ കണ്ടിജൻസി റിസർവിൽ ഇപ്പോഴും ഗണ്യമായ ധനസഹായം ലഭ്യമാണ്. നവംബറിലെ ആനുകൂല്യങ്ങളുടെ ഭൂരിഭാഗവും നൽകാൻ ഈ തുക ഉപയോഗിക്കാമെന്നാണ് ഡെമോക്രാറ്റ് ഹൗസ് അംഗങ്ങൾ കാർഷിക വകുപ്പിന് അയച്ച കത്തിൽ വാദിച്ചത്. എന്നാൽ കാർഷിക സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് ഈ വാദത്തെ തള്ളിക്കളഞ്ഞു. ഒരു കരുതൽ ധനം യഥാർത്ഥ അടിയന്തരാവസ്ഥകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം മെമ്മോറിയൽ വ്യക്തമാക്കി. പ്രോഗ്രാം തുടരുന്നതിനായി കോൺഗ്രസ് മൾട്ടി ഇയർ കണ്ടിജൻസി ഫണ്ടുകൾ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന ഡെമോക്രാറ്റുകളുടെ നിയമപരമായ വ്യാഖ്യാനത്തെ സെക്രട്ടറി അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇത് ഫണ്ടിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള നിയമപരമായ വ്യാഖ്യാനത്തിൽ പോലും ഭരണകൂടവും പ്രതിപക്ഷവും തമ്മിൽ സമവായത്തിലല്ലെന്ന് എന്നാണ് വ്യക്തമാക്കുന്നത്. അവശ്യ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന റീലോഡ് ചെയ്യാവുന്ന ഡെബിറ്റ് കാർഡുകൾ നൽകിക്കൊണ്ടാണ് SNAP പ്രവർത്തിക്കുന്നത്. 4 പേരടങ്ങുന്ന ഒരു സാധാരണ കുടുംബത്തിന് ശരാശരി പ്രതിമാസം $715 ലഭിക്കുന്നത്. ഇത് ഒരാൾക്ക് പ്രതിദിനം $6 അല്പം കുറഞ്ഞ തുകയാണ്. ഫണ്ടിന്റെ ഭൂരിഭാഗവും ഫെഡറൽ സർക്കാരിൽ നിന്നാണ് വരുന്നതെങ്കിലും പദ്ധതികൾ നിയന്ത്രിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും സംസ്ഥാന സർക്കാരുകളാണ്. നിലവിലെ ഫണ്ട് പ്രതിസന്ധി സംസ്ഥാനങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. പല സംസ്ഥാനങ്ങളും തങ്ങളുടെ പൗരന്മാരുടെ പട്ടിണി മാറ്റാനായി കുറവ് നികത്താൻ സ്വന്തം ഫണ്ടുകൾ ഉപയോഗിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു. എന്നാൽ ഈ തുക പിന്നീട് തിരികെ നൽകിയില്ലെന്ന് ഫെഡറൽ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കും. 10 ലക്ഷം ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന മസാച്യുസെറ്റ്സ് പോലുള്ള ചില സംസ്ഥാനങ്ങൾ ഫണ്ടിന്റെ അഭാവം നികത്താൻ ആവശ്യമായ പണം തങ്ങളുടെ കൈവശം ഇല്ലെന്ന് പരസ്യമായി വ്യക്തമാക്കി. പദ്ധതി നിലച്ചതോടെ പല സംസ്ഥാനങ്ങളും ചാരിറ്റി ഭക്ഷണശാലകളുമായി സഹകരിക്കേണ്ട സ്ഥിതിയായി. കാലിഫോർണിയ സംസ്ഥാനം ഭക്ഷണ വിതരണം സുഗമമാക്കാൻ നാഷണൽ ഗാർഡിനെ വരെ വിന്യസിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇത് കേവലം സാമ്പത്തിക പ്രശ്നമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് പൗരന്മാരുടെ വിശപ്പും അതിജീവനവും സംബന്ധിച്ച മനുഷ്യത്വപരമായ ഒരു പ്രതിസന്ധിയാണ് എന്ന് അടിവരയിടുന്നു. അമേരിക്കൻ ഗവൺമെന്റ് അടച്ചുപൂട്ടൽ നിലവിൽ 26 ദിവസത്തിലേക്ക് കടന്നതോടെ ചരിത്രത്തിലെ 2ാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടലായി ഇത് മാറിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പോരാട്ടം രാജ്യത്തിന്റെ ഏറ്റവും ദുർബലരായ പൗരന്മാരുടെ വയറ്റത്തടിക്കുന്ന ദുരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഒരു സമവായത്തിലെത്താനുള്ള സാധ്യതകൾ മങ്ങുകയാണ്.